മാർക്കോയുടെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തുകയുണ്ടായി. അതായത് ഇനി അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന സിനിമകളിൽ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സിനിമകൾ ഇനി അദ്ദേഹം നിർമ്മിക്കാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം മാർക്കോ ഇപ്പോൾ ഇവരുടെ അസോസിയേഷൻ തീരുമാനപ്രകാരം ടെലിവിഷനിൽ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരികയുണ്ടായി. അതേ തുടർന്നാണ് അദ്ദേഹം ഇങ്ങനൊരു സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാധീനിക്കുന്നുണ്ട്. ഇനിയും നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും ഏത് തരത്തിലും ഒരു തരത്തിലുള്ള ആളുകളെ സ്വാധീനിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ അത് ശരിയായ ഒരു കാര്യമല്ല. അപ്പം മാർക്കോയുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് അദ്ദേഹത്തിന് ഒരു നല്ല മെസ്സേജ് ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമീപകാലത്തുണ്ടായ പല സംഭവങ്ങളും മോശ സംഭവങ്ങൾ സിനിമയെപ്പറ്റി ചുറ്റിപ്പറ്റിയാണ്. സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സിനിമ മാത്രം കൊണ്ടൊന്നും അല്ല, അവർ വളർന്നു കഴിഞ്ഞാൽ ചുറ്റുപാടും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അഫക്റ്റ് ചെയ്യും. അവരെ സ്വാധീനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇതുണ്ട്. സിനിമ മാത്രമൊന്നും അല്ലല്ലോ ആളുകൾ ഇപ്പോൾ കാണുന്നത്. സിനിമ കാണുന്നതിനെക്കാട്ടി ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള കണ്ടൻസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം അതൊന്നും ഒരു കാരണം ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ടുള്ള ആളുകൾ അതിനെപ്പറ്റി നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യം കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. എന്നൊക്കെ അനൗൺസ് ചെയ്ത സമയത്താണ് അദ്ദേഹം ഇത് പിൻവലിച്ചത്. അതുപോലെ അദ്ദേഹം കാട്ടാളം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ വയലൻസ് സീനുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്.